ഇന്നായിരുന്നു നമ്മൾ ജർമ്മൻ പഠിക്കുന്നതിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പറയണ പോലെ അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്നാണ് ജർമ്മനി പോണേന്ന്. ജർമ്മനി പോവാൻ മാത്രമല്ല ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി നിന്നത്. ഇനിയിപ്പോ വലിയ എക്സ്പെൻസ് ഒന്നും ആവാതെ എങ്ങനെ ജർമ്മൻ ഓൺലൈനായിട്ട് പഠിക്കാന്നുള്ള കാര്യം ഞാൻ വീഡിയോന്റെ അവസാനം പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്ന് നാട്ടിൽ പോവാന്ന് വിചാരിച്ച്, അതും രാവിലെ 6 മണിക്ക്. എന്തിനാണെന്നറിയോ? ഈ ഒരു ടൈമിലാണ് ഇവിടുന്ന് നാട്ടിലോട്ട് വന്ദേ ഭാരത് ട്രെയിൻ ഉള്ളത്. ഇറങ്ങിയിട്ട് ഒരു 2-3 വർഷമായിട്ട് ുണ്ടെങ്കിലും ഈ ഒരു ടൈമിങ് കാരണം പലപ്പോഴും എനിക്ക് ഈ ട്രെയിന് കിട്ടാറില്ല. എന്നാൽ ഇന്നും നമുക്കിത് കിട്ടാൻ. നാട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ഇറങ്ങുമ്പോൾ തന്നെ ട്രൈ ചെയ്യാന്നുള്ളത് എന്റെ ഒരു ഹോബിയാണ്. പക്ഷെ ഈ ഒരു സാമാനം മാത്രം ലേറ്റ് ആയി. കയറി ഇരുന്നപ്പോ തന്നെ സീറ്റിന്റെ അടിയിൽ കുടിക്കാൻ ഒരു ബോട്ടിൽ വാട്ടറും വായിക്കാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോ ചായയും ബിസ്ക്കറ്റും ഓംലെറ്റും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ കഴിക്കാനും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി. സത്യം പറഞ്ഞാൽ സാധാരണ ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ ഇതൊരു രാജകീയ സെറ്റപ്പ് തന്നെയായിരുന്നു. പക്ഷേ ആ സെറ്റപ്പിന് 3 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം 3000 രൂപയാണ് കൊടുത്തതെന്നും കൂടെ ആലോചിക്കും. ഇനി ഞാൻ ജർമ്മൻ പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവോലിംഗോ എന്ന് പറയുന്ന ഒരു അക്കാഡമി വഴി. സാധാരണ ഒരു ജർമ്മൻ പഠിക്കുന്ന കോഴ്സ് എടുക്കാൻ വേണ്ടി 1 ലക്ഷം 1.5 ലക്ഷമൊക്കെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. എന്നെ പോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് B2 വരെ പഠിക്കാനായിട്ട് 35,000. ഇനി നിങ്ങൾ B2 പാസ് ആവുന്നവരെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ 42,000 ആണ് ചാർജ്. അത് മാത്രമല്ല ഓരോ സ്റ്റുഡന്റിനെ 1 by 1 ആയിട്ട് ഓൺലൈൻ ത്രൂ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു അക്കാഡമി ചൂസ് ചെയ്യാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.